വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ഗാബ്രിയേൽ ഗാർഷ്യ മാർക്വേസ് രചിച്ച ദ സെയിന്റ് എന്ന കഥയുടെ മലയാള പരിഭാഷ വിശുദ്ധ കന്യ. സ്വതന്ത്ര പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. വിശുദ്ധ കന്യ. ഞങ്ങൾ സവാറ്റിനിയെ വീണ്ടും കാണുമ്പോൾ അദ്ദേഹം തൻ്റെ താരനിമിഷങ്ങളിൽ തന്നെയായിരുന്നു. ലാക്കിസ് തൻ്റെ 1-2 സഹപാഠികളെയും ഒപ്പം കൂട്ടിയിരുന്നുവെങ്കിലും അദ്ദേഹം അവരെ ആരെയും കണ്ടതു തന്നെയില്ല. I have it. അദ്ദേഹം അട്ടഹസിച്ചു. മാർഗരറ്റോ എന്തെങ്കിലും അത്ഭുതകാര്യം ചെയ്താൽ, അതായത് അയാൾ ആ കുട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്താൽ, തീർച്ചയായും സിനിമ ഒരു സെൻസേഷണൽ ഹിറ്റായി മാറും. നിലവിളിച്ചുകൊണ്ടെന്ന പോലെ അയാൾ പറഞ്ഞു. പക്ഷേ സിനിമയിലോ യഥാർത്ഥമായോ മാസ്റ്റർ? എനിക്ക് ചോദിക്കാതിരിക്കാനായില്ല. പക്ഷേ എൻ്റെ ചോദ്യത്തോടുണ്ടായ അതൃപ്തി പണിപ്പെട്ടാണ് അദ്ദേഹം നിയന്ത്രിച്ചത്. നിങ്ങളൊരു വിഡ്ഢിയാകാതിരിക്കൂ ഗബ്രിയേൽ, അദ്ദേഹം പറഞ്ഞു. പിന്നെ അടക്കി നിർത്താനാവാത്ത ഒരാശയത്തിൻ്റെ വൻ തിരയടി തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ടു. അയാൾക്ക് ആ കുട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ എന്താണ് യഥാർത്ഥ ജീവിതത്തിൽ തന്നെ? എന്തുകൊണ്ട് അയാൾക്ക് മാർഗരറ്റോവിന് അത് കഴിയില്ല? എന്തുകൊണ്ട് അയാൾക്ക് ആ കുട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ല? സവാറ്റിനിയുടേത് ക്ഷണികമായ ഒരു പ്രലോഭനമല്ലെന്ന് ക്രമേണ ഞങ്ങൾക്ക് മനസ്സിലായി. തൻ്റെ കഥാതന്തു ആവേശത്തോടെ അദ്ദേഹം പുറത്തെടുത്തു. ആവേശബാധിതനായ ഒരു ഉന്മാദിയെപ്പോലെ അദ്ദേഹം മുറിയിലങ്ങുമിങ്ങും നടന്നു. തിരമാലകളെപ്പോലെ കൈയുയർത്തി ആവേശകരമായ പ്രസ്താവനകളിലൂടെ അദ്ദേഹം കഥ വിശദീകരിച്ചു തുടങ്ങി. തിരശീലയിലെ പക്ഷികളെപ്പോലെ, ആട്ടിൻപറ്റങ്ങളെപ്പോലെ അദ്ദേഹം സ്വതന്ത്രമായി തെളിക്കുന്നതും അവ മുറിയിലാകമാനം സ്വൈരവിഹാരം ചെയ്യുന്നതും ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഒരു രാത്രി, അദ്ദേഹം പറഞ്ഞു, 20 പാപ്പാജിമാരെങ്കിലും ആ കുട്ടി മരണപ്പെട്ടതാണ്, വിശുദ്ധ കന്യയല്ല എന്ന് തിരസ്കരിച്ചതിൻ്റെ കടുത്ത മനോവേദനയോടെ മാർഗരറ്റോ വീട്ടിൽ മടങ്ങിയെത്തുന്നു. ഇതിനകം വൃദ്ധനായി കഴിഞ്ഞ അയാൾ മുറിയിലെത്തി ബോക്സ് തുറന്ന് ലോകം അന്നേവരെ ശ്രവിച്ചിട്ടില്ലാത്തത്ര പാരവശ്യത്തോടെ നിലവിളിക്കുന്നു. എൻ്റെ കുഞ്ഞെ, എനിക്ക് വേണ്ടി, എത്രയും ദുഃഖിതനായിപ്പോയ ഈ പിതാവിന് വേണ്ടി, എൻ്റെ കുഞ്ഞെ, നീ ഉയർത്തെഴുന്നേൽക്കുക. എൻ്റെ മകളെ, എനിക്ക് വേണ്ടി, മരണത്തെപ്പോലെ ദുഃഖിതനും ഏകാഗിയുമായി പോയ ഈ പിതാവിന് വേണ്ടി, നിന്റെ പിതാവിന് വേണ്ടി, എൻ്റെ മകളെ, എൻ്റെ മകളെ. സവാറ്റിനി വിജയിയായ ഒരു ഉന്മാദിയെപ്പോലെ ഞങ്ങളെല്ലാം നോക്കി. അങ്ങനെ ആ കുട്ടി എഴുന്നേറ്റ് നടന്നു തുടങ്ങുന്നു. ഒരു നിമിഷം അദ്ദേഹം ഞങ്ങളിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചതുപോലെ ഞങ്ങളെയെല്ലാം നോക്കി നിന്നു. പക്ഷേ അസംഭവ്യമായ ഒരു കാര്യമാണെന്നതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ആശങ്കയിൽ തന്നെ തുടർന്നതേയുള്ളൂ. എന്നാൽ ലാക്കിസ് ആകട്ടെ ഒരു സ്കൂൾ കുട്ടിയെ പോലെ മാസ്റ്ററുടെ അനുവാദത്തിനായി കൈയുയർത്തി നിന്നു. പക്ഷേ മാസ്റ്റർ, അയാൾ പറഞ്ഞു, മൈ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. അയാളുടെ മാസ്റ്ററോടുള്ള ആ തുറന്നു പറച്ചിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പുളവാക്കുന്ന ഒരനുഭവമായി. മാസ്റ്റർ, ബട്ട് ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. പിന്നത്തെ അമ്പരപ്പിക്കൽ സവാറ്റിനിയുടേതായിരുന്നു. ആൻഡ് വൈ നോട്ട്? ഹൗ ഡു ഐ നോ ഇറ്റ്? അമ്പരപ്പോടെ ലാക്കിസും പറഞ്ഞു. ബട്ട് ഇറ്റ്സ് ഇംപോസിബിൾ. ഓ മൈ സോ. മാസ്റ്റർ അയൽക്കാരെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ നിലവിളിച്ചു. ഇതുതന്നെയാണ് സ്റ്റാലിനിസ്റ്റുകളോട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തത് എനിക്ക്. കുറഞ്ഞ പക്ഷം സെല്ലുലോയിഡിന്റെ റിയാലിറ്റിയെയെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അവർക്ക്.
അടുത്ത 15 വർഷവും താൻ ഇടവേളകളില്ലാതെ കന്യകയെ ഗ്രാൻഡോൾഫോ കാസിലിലേക്ക് പാപ്പാജിയുടെ മുൻപാകെ അവളെ പ്രദർശിപ്പിക്കുന്നതിനായി കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു എന്ന് മാർഗരിറ്റോ എന്നോട് പറഞ്ഞു. ഒരിക്കൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള 200ഓളം തീർത്ഥാടകരോടൊപ്പം ജോൺ 23-ാമൻ പാപ്പാജിയുടെ മുമ്പിൽ അവളെ സംബന്ധിക്കുന്ന എല്ലാ തെളിവുകളും നിരത്തി കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി. എന്നാൽ പാപ്പാജി ആയിടെ അദ്ദേഹത്തിന് നേരെയുണ്ടായ ഒരു വധശ്രമം മൂലമുള്ള കരുതലിലായിരുന്നതുകൊണ്ട് അയാൾക്ക് തൻ്റെ പെട്ടി മറ്റു തീർത്ഥാടകരുടെ ഭാണ്ഡങ്ങൾക്കൊപ്പം വാതിൽക്കൽ തന്നെ സൂക്ഷിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. അതിനാൽ പാപ്പാജി അന്ന് അയാളെ സശ്രദ്ധം കേട്ടുവെങ്കിലും അദ്ദേഹത്തിന് അയാളെ ഇങ്ങനെ സമാധാനിപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ. ബ്രാവോ ഫിഗ്ലോമിയോ, സഹോദര, നിന്റെ സ്ഥിരോത്സാഹത്തിന് ദൈവം നിനക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്ന്. എന്നാൽ സദാ പുഞ്ചിരിക്കുന്ന മുഖമുണ്ടായിരുന്ന ആൽബിനോ ലൂസിയാനി പാപ്പാജിയായി വന്നപ്പോഴാണ് മാർഗരിറ്റോവിന് ഏറ്റവും അധികമായി തൻ്റെ സ്വപ്നം പൂവണിഞ്ഞേക്കുമെന്ന തോന്നലുണ്ടായത്. അക്കാലത്ത് മാർഗരിറ്റോവിൻ്റെ കഥയിൽ ആകർഷണം തോന്നിയ പാപ്പാജിയുടെ ബന്ധുക്കളിലൊരാൾ കാര്യത്തിൽ ഇടപെടാമെന്ന് അദ്ദേഹത്തോടേറ്റു. ആരും അതത്ര കാര്യമായി എടുത്തില്ല എങ്കിലും 2 ദിവസത്തിനുള്ളിൽ പെൻസിയോനയിലെ എല്ലാവരും ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ ലളിതമെങ്കിലും ഉത്സാഹകരമായ ആ കാര്യം മാർഗരിറ്റോവിനെ ഫോൺ ചെയ്തറിയിച്ചു. അയാൾ 2 ദിവസത്തേക്ക് ഒരിടത്തും പോകരുതെന്നും വ്യാഴാഴ്ചയ്ക്ക് മുമ്പായി വത്തിക്കാനിലെ ഒരു പ്രൈവറ്റ് ഓഡിയൻസിന് മുൻപിൽ അയാൾക്ക് സ്വയം വിശദീകരിക്കാൻ അവസരം ലഭിക്കുമെന്നുമായിരുന്നു അത്. എല്ലാവരും അതൊരു തമാശയായേ എടുത്തിരുന്നുള്ളൂ. എന്നാൽ മാർഗരിറ്റോ തികച്ചും തയ്യാറെടുക്കുക തന്നെ ചെയ്തു. ഒരിക്കലും പുറത്തു പോയില്ല അയാൾ. ബാത്റൂമിലേക്ക് പോകുമ്പോൾ പോലും അയാൾ ഉറക്കെ പറഞ്ഞു, ഞാൻ ബാത്റൂമിലേക്ക് പോകുന്നു. എന്നാൽ വാർദ്ധക്യത്തിൽ പോലും തൻ്റെ തമാശ സൂക്ഷിച്ച ബെല്ലാമരിയ ആകട്ടെ ചിരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, നമുക്കറിയാം മാർഗരിറ്റോ, പാപ്പാജി താങ്കളെ വിളിച്ചേക്കും. എന്നാൽ വ്യാഴാഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു ദിവസം രാവിലെ മാർഗരിറ്റോവിനെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ തന്നെ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വായിച്ചു, മോർട്ടോ ഇൽ പാപ്പ, പാപ്പാജിക്ക് വിട. എന്ത്? പാപ്പാജിമാർ മാസം തോറും ഭൂമി വിട്ടു പോവുകയോ? ആ പത്രം തീർച്ചയായും ഒരു പഴയ പത്രം, അശ്രദ്ധമായി ഡെലിവർ ചെയ്തതാകാനേ വഴിയുള്ളൂ എന്നാണ് മാർഗരിറ്റോ ആദ്യം കരുതിയത്. കാരണം 33 ദിവസം മുൻപ് മാത്രമാണ് പാപ്പാജി ആൽബിനോ ലൂസിയാനി പുതിയ പാപ്പാജിയായി അവരോധിക്കപ്പെട്ടത്. പക്ഷേ വാർത്ത സത്യം തന്നെയായിരുന്നു. പാപ്പാജി തിങ്കളാഴ്ച രാത്രി ഉറക്കത്തിൽ തന്നെ ഭൂമി വിട്ടുപോയിരുന്നു. 22 വർഷത്തിനു ശേഷമാണ് ഞാനിപ്പോൾ റോമിലെത്തിയത്. യാദൃച്ഛികമായി പരസ്പരം അഭിമുഖമായി സഞ്ചരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ അയാളുടെ കാര്യം തന്നെ വിസ്മരിച്ചിട്ടുണ്ടാകുമായിരുന്നു. കാരണം മാർഗരിറ്റോവിനെ കുറിച്ചെന്നല്ല ആരെക്കുറിച്ചും അധികം ഓർത്തിരിക്കാൻ കഴിയാത്തത്ര കാലാവസ്ഥാപരമായ ചില ക്ഷീണങ്ങളിൽ ഞാൻ അകപ്പെട്ടുപോയ ഒരു സന്ദർഭമായിരുന്നു അത്. ചൂടു സൂപ്പിനെ പോലെ ഒരിക്കലും പെയ്യാതിരിക്കുന്ന, എല്ലാവരെയും വിഡ്ഢികളാക്കുന്ന ഒരു മഴക്കാറ്. വജ്രം പോലെ തിളങ്ങുമായിരുന്ന റൂമിലെ പഴയ സൂര്യപ്രകാശം ഇപ്പോൾ കലങ്ങിയ ചെളി പോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് പരിചിതമായിരുന്ന പഴയ സ്ഥലങ്ങളും അവയെ ചുറ്റി നിന്നിരുന്ന പഴയ ഗൃഹാതുര സ്മരണകളും ഇപ്പോൾ അപരിചിതമാം വിധം കലങ്ങിപ്പോയിരിക്കുന്നു. പെൻസിയോണെ ലോഡ്ജ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. എന്നാൽ അതിൻ്റെ ഉടമസ്ഥയായിരുന്ന ബെല്ലാമരിയയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ഗായകൻ റാഫേൽ റിബ്രോ ഡിസിൽവയുടെ 6 നമ്പർ ടെലിഫോണിലേക്ക് ഞാൻ പലതവണ വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല. വർഷങ്ങളുടെ ഇടവേളയിൽ അയാൾ എന്നെ മറക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിരിക്കുന്നു. ലഞ്ച് സമയത്ത് എൻ്റെ പുതിയ സിനിമാ സുഹൃത്തുക്കളോട് എക്കാലത്തെയും വലിയ പ്രതിഭാശാലിയെന്ന് ഞാൻ കരുതിയിരുന്ന സെവാറ്റിനിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. എന്നാൽ സെവാറ്റിനിയെക്കുറിച്ചും ആർക്കും ഒന്നും പറയാനായില്ല. സെവാറ്റിനി, മൈ സെൻഡിറ്റോ. സെവാറ്റിനിയോ? അറിയില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്.
അത് ശരിയായിരുന്നോ? ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ബോർഹസ് വില്ലയിലെ മരങ്ങളിൽ പലതും മുറിവേൽപ്പിക്കപ്പെടുകയോ വെട്ടിമാറ്റപ്പെടുകയോ ചെയ്തിരിക്കുന്നു. ഗാലോപോലൈസിലെ വിഷാദവതികളായ രാജ്ഞിമാരിൽ പലരും പൂക്കളില്ലാതെ ശുഷ്കിച്ചു. അവിടുത്തെ സുന്ദരികളായ പെൺകുട്ടികളുടെ സ്ഥാനത്ത് അത്ലറ്റിക്കായ ആൻഡ്രോജനുകളെ പോലെയുള്ള ചില സ്ത്രീകൾ. അവരുടെ വെറുപ്പിക്കുന്ന വിവസ്ത്രത. ഒരേയൊരു സർവൈവർ പഴയ സിംഹം തന്നെ. എങ്കിലും അവനും വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു. അവന്റെ ദ്വീപിന് ചുറ്റുമുണ്ടായിരുന്ന ജലവലയം വറ്റി വരണ്ട് അടിയിൽ ചെറിയൊരു നനവ് മാത്രമായി കഴിഞ്ഞു. പിയാസ ഡി സ്പാഗ്ന. ആരും പഴയ പ്രേമഗാനങ്ങൾ ആലപിക്കുകയോ സ്നേഹത്തിനു വേണ്ടി മരിക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ ഓർമ്മയിലെ പഴയ റോം ഇപ്പോൾ പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു പഴയ റോമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ട് വ്യഥിതനായി നടക്കുമ്പോഴാണ് ട്രാൻസ്വയറിലെ ഒരു പഴയ തെരുവിൽ നിന്ന് എനിക്ക് വല്ലാത്തൊരു കുളിർമയേകിയ അയാളുടെ നേർത്ത ശബ്ദം കേട്ടത്. ഹലോ പോയറ്റ് എന്ന്. അതയാളായിരുന്നു. നന്നേ വൃദ്ധനും ക്ഷീണിതനുമായി കഴിഞ്ഞ മാർഗരറ്റ് ഡുവറ്റ്. ഇക്കാലത്തിനുള്ളിൽ 4 പാപ്പാജിമാർ കാലം ചെയ്തുപോയി. പഴയ റോമിന് തന്നെയല്ല, അതിൻ്റെ ആത്മീയാവസ്ഥയ്ക്ക് തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. എങ്കിലും ഇപ്പോഴും അയാൾ കാത്തിരിക്കുകയാണ്. ഞാൻ ഒരുപാട് കാത്തിരുന്നു. എന്നാൽ ആ കാത്തിരിപ്പ് എനിക്ക് ഇപ്പോൾ ഒരു കാത്തിരിപ്പേ അല്ലാതായിരിക്കുന്നു. ഏതാണ്ട് 4 മണിക്കൂർ നീണ്ട ഗൃഹാതുരമായ ഒരു സംഭാഷണത്തിനൊടുവിൽ അയാൾ പറഞ്ഞു, ഇവിടെ വന്നിട്ടിപ്പോൾ മാസങ്ങളേ ആയുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇറ്റ് മേ ബി എ മാറ്റർ ഓഫ് മന്ത്സ്. അതെ, ഇതിപ്പോൾ മാസങ്ങളുടെ മാത്രം ഒരു കഥ പോലെ. ആ തെരുവിലൂടെ ഞങ്ങൾ പല പ്രാവശ്യം അങ്ങുമിങ്ങും നടന്നുകൊണ്ടിരുന്നു. തേഞ്ഞ ബൂട്ടുകളും വല്ലാതെ നിറമങ്ങിപ്പോയ തൊപ്പിയുമായി ഒരു പഴയ റോമാക്കാരനെ പോലെ അയാൾ മാർഗരറ്റ് ഡ്യുവറ്റ്. വറ്റി വരണ്ട തടാകക്കരയിൽ വെളിച്ചം നന്നേ മങ്ങിത്തുടങ്ങും വരെ ഞങ്ങളിരുന്നു. എനിക്കുറപ്പ് വന്നു കഴിഞ്ഞു, ഞാൻ എക്കാലത്തും അറിഞ്ഞിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വിശുദ്ധനായ സന്യാസി ഇപ്പോൾ എൻ്റെ സമീപമിരിക്കുന്ന ഈ മാർഗരറ്റ് ഡ്യുവറ്റ് തന്നെയല്ലേ എന്ന്. 7-ാം വയസ്സിൽ മരിച്ചുപോയ മകളുടെ ശരീരവും പേറി ഈ 22 വർഷമായി അയാൾ കാത്തിരിക്കുന്നു. 22 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്. യഥാർത്ഥത്തിൽ അയാൾ തിരിച്ചറിയുന്നില്ലെങ്കിലും അയാൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ തന്നെ സന്യാസ വിശുദ്ധിയുടെ വിശുദ്ധത്വ പ്രഖ്യാപനത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയല്ലേ ഇത്? അയാൾ തിരിച്ചറിയുന്നില്ലെങ്കിലും അയാൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ തന്നെ സന്യാസ വിശുദ്ധിയുടെ വിശുദ്ധത്വ പ്രഖ്യാപനത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയല്ലേ?